Welcome to our class EC Literature Lectures. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MEG05 കോഡാണ്, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. ഇതിന്റെ ഒരു പകുതി നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എടുത്തായിരുന്നു. ഇന്ന് തിയറി ബിഫോർ തിയറി എന്ന് പറയുന്ന ടൈറ്റിൽ തൊട്ടുള്ള ഒരു പകുതി പോർഷനാണ് നമുക്ക് എടുത്തു തീർക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആണ്, ലിറ്ററേച്ചർ ക്രിറ്റിസിസം ആൻഡ് തിയറി. അതിലെ പകുതി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി തിയറി ബിഫോർ തിയറി എന്ന് പറയുന്ന ടൈറ്റിൽ തൊട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. സോ അതിനു മുമ്പ് ഒരു സോറി പറയാണ്. മീൻസ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തതില് ഒരു ചെറിയ 2 ടോപ്പിക്കുകൾ നമ്മൾ അബദ്ധവശാൽ വിട്ടുപോയി. മീൻസ് അതൊരു എന്താ പറയുക, എഡിറ്റ് ചെയ്തപ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ പോർഷനും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ക്ലാസ്സുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സായി പോയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ട് ഈസ് ക്രിറ്റിസിസം. ഇത് നമ്മളൊക്കെ ഇത് പറഞ്ഞ് എന്താ പറയാ, നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ക്രിട്ടിക്കുകളാണെന്ന് പറയാം. ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പോയിന്റിലേക്ക് കടക്കാം. അതായത് നമ്മളിപ്പോ ഒരു സിനിമ കണ്ടു അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചു. അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. നല്ലതാണോ, എന്താണ് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത്, എന്താണ് നമുക്ക് അതിൽ ഇഷ്ടപ്പെടാത്തത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തേ. അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെയാണ് ക്രിട്ടിസൈസ് ചെയ്യാണ് ആ ഒരു വർക്കിനെ അല്ലെങ്കിൽ സിനിമേനെ. നമ്മൾ സിനിമ കണ്ടിട്ട് പറയില്ല നല്ല സിനിമയാണ്, അല്ലെങ്കിൽ അത് കൊള്ളൂല, അല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ചുകൂടി ബെറ്റർ ആവായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയാറുണ്ടല്ലേ. ഇതും ഒരു തരത്തിൽ എന്താണ്, ഒരു തരത്തിലുള്ള ക്രിറ്റിസിസം ആണ്. അപ്പൊ ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻസ് ഒന്ന് നോക്കിയിട്ട് പോകാം. വാട്ട് ഈസ് ലിറ്റററി ക്രിറ്റിസിസം? Literary criticism can be defined as an attempt to evaluate. നമ്മൾ എന്താ ചെയ്യുന്നത്? It is an attempt to evaluate ചെയ്യാനായിട്ടുള്ള ഒരു attempt ആണ്. And understand the creative writing, the literature of an author. ഒരു ഓഥർ എഴുതിയിട്ടുള്ള ഒരു ലിറ്ററേച്ചറിനെ, അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് വർക്കിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ഇവാലുവേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അസസ് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്, ജഡ്ജ് ചെയ്യാണ്. ഇങ്ങനെ ഏത് മീനിങ് വേണമെങ്കിലും നമുക്ക് ഏതിന് കൊടുക്കാം? ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കാം. അപ്പൊ ലിറ്റററി ക്രിറ്റിസിസം നടക്കുന്നത് ഇത് തന്നെയാണ്. എന്ത് തന്നെയാണ്? ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കിനെ, ഒരു ഓഥറിന്റെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവും ഐഡിയോളജീസ് ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഈ ഒരു സംഗതിയാണ് എവിടെ നടക്കുന്നത്? ലിറ്റററി ക്രിറ്റിസിസത്തില്. ഓക്കെ, then literary criticism is a description, analysis, evaluation or interpretation of a particular literary work or an author's writing as a whole. നമ്മൾ പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി കൺവീനിയന്റ് ആവുന്ന ഡെഫിനേഷൻ ഏതാണോ അത് നോക്കി പഠിക്കാം കേട്ടോ. Then literary criticism is usually expressed in the form of critical essay. ഇപ്പോ നമുക്കറിയാലേ, ലിറ്ററേച്ചറിൽ കുറെ അധികം വർക്കുകളിനെ അനലൈസ് ചെയ്തിട്ട് അതിന് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ കാണിച്ചു തരുന്ന ഒത്തിരി അധികം എസ്സേസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അത് നമ്മൾ ഇനി നമുക്ക് പഠിക്കാനായിട്ടുണ്ട് താനും. ഇനി പോകെ പോകെ നമുക്ക് ഓരോ മോഡ്യൂളിലായിട്ടും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളിലായിട്ടും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇത്തരം അനാലിസിസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇത് ക്രിട്ടിക്കൽ എസ്സേയുടെ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ലിറ്റററി ക്രിറ്റിസിസം എന്ന് ചെയ്യുന്നത് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ലിറ്റററി ക്രിറ്റിസിസം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു വർക്കിനെ നമ്മൾ സാധാരണ ഒരു ജഡ്ജ് ചെയ്യുന്നു, ഒരു ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് എവിടെ നടക്കുന്നത്? ലിറ്റററി ക്രിറ്റിസിസം. ഇത് തന്നെയാണത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതില് മിസ്സായി പോയത് വാട്ട് ഈസ് ലിറ്റററി തിയറി. ലിറ്ററേച്ചർ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പത്തേ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം എന്താന്ന് പറഞ്ഞു. ഇനി തിയറി എന്താന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തിനാ നമ്മൾ തിയറി എന്ന് പറയാ? എപ്പോഴാ ഒരു അസംഷൻ തിയറി ആവുന്നത്? മീൻസ് ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പോയിന്റിലേക്ക് കടക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ടോളമി അദ്ദേഹത്തിന്റെ വേൾഡിനെ കുറിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയാണ് എല്ലാത്തിന്റെയും സെന്റർ. ഗ്രഹങ്ങളും ബാക്കി എല്ലാ എന്താ പറയാ പ്ലാനറ്റ്സും എന്താ ചെയ്യുന്നത്? ഈ ഭൂമിനെയാണ് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുന്നത് എന്നുള്ള ഒരു ഐഡിയോളജി അല്ല, ഒരു അസംഷൻ ടോളമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്ന് അങ്ങനെ കുറെ പേര് വിശ്വസിച്ചു, കുറെ പേര് വിശ്വസിച്ചില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷം എഗെയിൻ കോപ്പർനിക്കസ് അദ്ദേഹത്തിന്റെ ഒരു അസംഷനുമായിട്ട് വന്നു. എർത്ത് അല്ല, സണ്ണാണ് യൂണിവേഴ്സിന്റെ സെന്റർ. ബാക്കി എല്ലാ പ്ലാനറ്റ്സും സ്റ്റാർസും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എന്താണ് ചെയ്യുന്നത്? സണ്ണിനെയാണ് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴും അതെന്തായിരുന്നു? ഒരു അസംഷൻ തന്നെയായിരുന്നു. എപ്പോഴാ അത് സയന്റിഫിക്കലി പ്രൂവൺ ആയത്? നമ്മുടെ ഗലീലിയോ ഗലീലി
ടെലസ്കോപ്പ് ഡെവലപ്പ് ചെയ്തപ്പോഴാണ് ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബേസിസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോഴാണ് ഇത് എന്തായിട്ട് മാറിയത്, ഒരു തിയറി ആയിട്ട് മാറിയത് അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വേറൊരു വേർഷൻ ആണ് നമ്മൾ എവിടെ കാണുന്നത്, ലിറ്റററി തിയറി എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയാ ടൈറ്റിലിന്റെ കീഴിലും നമുക്ക് അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കാം, പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് മിസ് ആ ഉദാഹരണം പറഞ്ഞത് കേട്ടോ. അതായത് എപ്പോഴാണ്, അതായത് കുറെ അസംഷൻസ് ഒക്കെ ഉണ്ടാവാം, പക്ഷേ അത് എപ്പോഴാണോ സയന്റിഫിക്കലി പ്രൂവൺ ആവുന്നത്, അല്ലെങ്കിൽ അതിന് എപ്പോഴാണോ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസോ വാല്യൂസോ ഒക്കെ കിട്ടുന്നത്, അപ്പോഴാണ് അത് എന്തായി മാറുന്നത്, തിയറി ആയി മാറുന്നത്. ഇനി നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. A term theory can be simply defined as a system, അതൊരു system ആണ്, which is used to make senses of experiences or to organize them in a manner so that we can comprehend with it. അതായത് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ, കുറച്ചുകൂടി ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലിറ്റററി വർക്കിന് ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ കൂടെ കടത്തിവിടാന്നൊക്കെ പറയണ പോലെ. അതായത് അപ്പൊ എന്താണ്, അതിന്റെ തൊട്ട് താഴെ രണ്ട് കുഞ്ഞു ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, ഡെഫിനിഷൻസ് അല്ല പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. പെർട്ടിക്കുലർ വേ ഓഫ് റീഡിങ് ആൻഡ് വ്യൂവിംഗ് ടെക്സ്റ്റ്, അതായത് ഒരു ടെക്സ്റ്റിനെ ഒരു പെർട്ടിക്കുലർ വേയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു. ദെൻ ലുക്കിംഗ് അറ്റ് എ ടെക്സ്റ്റ് ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂ, ഒരു പ്രത്യേക പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടെക്സ്റ്റിനെ നോക്കി കാണുന്ന പ്രോസസ്സിനെയാണ് നമുക്ക് എന്ത് എന്ന് പറയാൻ പറ്റുക, ലിറ്റററി തിയറി. അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കുന്ന ഭാഗത്തിൽ എങ്ങനെ പറയാം, അതായത് എപ്പോഴാണോ ഈ പറയുന്ന ഒരു അസംഷൻസ് തിയറി ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു ലിറ്റററി തിയറിക്ക് സയന്റിഫിക് ആയിട്ടുള്ള പ്രൂവുകൾ ഉണ്ടാവുന്നത്, സോ ദെൻ ഇറ്റ് ബിക്കംസ് എ തിയറി എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി വെക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ലിറ്റററി തിയറിയും ക്രിറ്റിസിസവും നമ്മൾ ഒരു പക്ഷേ ഒരേ അർത്ഥത്തിലായിരിക്കാം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ടാവും. ഏതാ ക്ലാസ്, ക്രിറ്റിസിസം ക്ലാസ്, ഏതാ തിയറി ക്ലാസ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. സോ ഈ ലിറ്റററി ക്രിറ്റിസിസവും ലിറ്റററി തിയറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതാണ് ഈ കോൺട്രാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ടൈറ്റിലിന്റെ കീഴിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ലിറ്റററി തിയറി. ഇതിലെ കോൺട്രാഡിസ്റ്റിക്ഷൻ എന്തായിരിക്കും, നമുക്ക് വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ ക്രിറ്റിസിസം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഒരു വർക്കിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത് അതാണ് ലിറ്റററി ക്രിറ്റിസിസം. ഇനി ലിറ്റററി തിയറിയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താ പറയാ, തിയറി അബൌട്ട് ഹൗ എ ലിറ്ററേച്ചർ ഈസ് എമേർജ്ഡ്, എന്നുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ തിയറിയിൽ ഡീൽ ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആ ഒരു ടെക്സ്റ്റ് എമേർജ് ചെയ്ത് വരാനായിട്ടുള്ള കാരണം എന്ത്, ഏത് പോയിന്റ് ഓഫ് വ്യൂലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്, ഈ ഒരു കാര്യമാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ലിറ്റററി തിയറിയിൽ. സോ കോൺട്രാഡിസ്റ്റിക്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലിറ്റററി ക്രിറ്റിസിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രാക്ടീസ് ഓഫ് അനലൈസിങ്, ഇന്റർപ്രിറ്റിംഗ് ആൻഡ് കമ്പയറിംഗ് വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതൊരു എന്താ പറയാ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രാക്ടീസിങ്. എന്താ നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്, ഒരു ടെക്സ്റ്റിനെ നമ്മൾ ഒരു ലിറ്റററി വർക്കിനെ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നത്, ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എങ്ങനെ. Then, literary theory consists of many academic, philosophical, and political frameworks that literary critics use to study a literature. അതായത് ഒരു പെർട്ടിക്കുലർ വർക്ക് നമ്മൾ എടുത്തു, ആ വർക്കിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടുന്നത് പോലെ എന്താണ് സംഭവിക്കുന്നത്, ഇതിൽ എന്ത് ഫിലോസഫിയാണ് പറയണത്, അല്ലെങ്കിൽ ഇതിൽ ഏത് ഫ്രെയിം വർക്കിലാണ്, അല്ലെങ്കിൽ എന്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയണത്, അങ്ങനെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്ന് അനലൈസ് ചെയ്യുന്ന, സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ലിറ്റററി തിയറി. അപ്പൊ ലിറ്റററി ക്രിറ്റിസിസത്തിൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ഒരു ബുക്ക് നമ്മൾ വായിച്ചു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. അതിന്റെ ക്യാരക്ടർ കൊള്ളാം, അല്ലെങ്കിൽ അതിന്റെ ഭാഷാ ശൈലി നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇതിന്റെ ഇന്ന ഭാഗം കുറച്ചുകൂടി നന്നാക്കായിരുന്നു, ഇത്തിരി ഭാഗം കുറച്ച് ബോറിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്, ക്രിറ്റിസിസത്തില്. നേരെ മറിച്ച് ഇവിടേക്ക് വരുമ്പോഴേക്കും അത് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് പൊസിഷനിലേക്ക് മാറാണ്. നമ്മൾ ചെയ്യുന്ന ഇപ്പൊ സാധാരണ ഒരു മനുഷ്യന് ക്രിറ്റിസിസം ചെയ്യാം, പക്ഷെ അത് തിയറി ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവില്ല. മറിച്ച് ഇവിടെ ലിറ്റററി തിയറിയിൽ എന്താ സംഭവിക്കുന്നത്, കൺസിസ്റ്റ് ഓഫ് മെനി അക്കാഡമിക്, ഫിലോസോഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് ദാറ്റ് ലിറ്റററി ക്രിറ്റിക്സ് യൂസ് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇപ്പോ ഏതെങ്കിലും ഒരു നോവൽ എടുത്തിട്ട് ഇതിലത്തെ പൊളിറ്റിക്സ് എന്താണ്,
അല്ലെങ്കിൽ അതിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയം, അല്ലെങ്കിൽ ഇതിലത്തെ മിത്ത് എങ്ങനെയാണ് ഡീൽ ചെയ്തിട്ടുള്ളത്, ഇതിലത്തെ ഫെമിനിസം എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ ഫെമിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടോ, മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഉണ്ടോ, അങ്ങനെ ഓരോ സംഗതികളും ഇങ്ങനെ വീണ്ടും വീണ്ടും ചുകഴ്ന്ന് അന്വേഷിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത് ലിറ്റററി തിയറിയിൽ. അപ്പൊ ഇവിടെ വരയ്ക്കുള്ള പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 3 പോയിന്റ്സ് ആണ് നമ്മൾ എഡിറ്റിംഗിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ചെറിയൊരു മിസ്സിംഗ്, ഒരു കൈപ്പിഴ പറ്റിയതാണ്, ക്ഷമിക്കണം. അപ്പോൾ ആ ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്ന ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ എടുത്ത് തീർത്തത് വരയ്ക്കും നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ചെയ്തു. ദെൻ വാട്ട് ഈസ് ലിറ്ററേച്ചർ, 1-2 ഡെഫിനിഷൻസ് നമ്മൾ നോക്കി. അഗൈൻ വാട്ട് ഈസ് ക്രിറ്റിസിസം എന്താണെന്ന് നോക്കി. ഇപ്പോ ദെൻ വാട്ട് ഈസ് തിയറി നോക്കി. കോൺട്രാഡിസ്റ്റിങ്ഷൻ കഴിഞ്ഞു. മറ്റേത് ഓൾറെഡി ആ വീഡിയോയിലുണ്ട്. ലാസ്റ്റ് പോയിന്റ് ഏത്, ബാക്ക്ഗ്രൗണ്ട് ടു ദ കണ്ടംപററി സിറ്റുവേഷൻ ഇൻ തിയറി. അവിടെ നമ്മൾ ഡീൽ ചെയ്തത് എന്താണ്, ഈ തിയറി ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്താണ് ഇതിനു മുമ്പ് സംഭവിച്ചത്. ഇവിടെ വരയ്ക്ക് നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള പോയിന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈറ്റിലാണ് നമ്മുടെ ഏത്, തിയറി ബിഫോർ തിയറി. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ തിയറി ബിഫോർ തിയറിയുടെ ഒരു ജസ്റ്റ് ഒരു ഹിന്റ് ഇട്ടിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചേക്കുന്നത്, കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചേക്കുന്നത്. അതിൽ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇത്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. ലിബറൽ ഹ്യൂമനിസം എന്താന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഈ തിയറി, സയന്റിഫിക് തിയറീസ് വരുന്നതിന് മുമ്പ് ഈ തിയറീനെ എങ്ങനെയാണ് ഡീൽ ചെയ്താർന്നതുള്ളതാണ് ലിബറൽ ഹ്യൂമനിസം, അല്ലെങ്കിൽ ലിബറൽ ഹ്യൂമനിസ്റ്റ് വേയിലാണ് നമ്മൾ ഏത് ചെയ്തിട്ടുള്ളത്, തിയറി, സയന്റിഫിക് തിയറീസ് എമേർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലിറ്ററേച്ചറിനെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസത്തിനെ ഡീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതില് ലിബറൽ ഹ്യൂമനിസവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ തിയറി ബിഫോർ തിയറി എന്ന് പറയുന്ന ഒരു ടൈറ്റിലിന്റെ കീഴിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പീറ്റർ ബാരി എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഴുത്തുകാരന്റെ ബിഗിനിങ് തിയറി എന്ന് പറയുന്ന ഒരു വർക്കിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഒരു 10 പോയിന്റുകളെ, അതായത് ലിബറൽ ഹ്യൂമനിസവുമായി കണക്ട് ചെയ്ത് എങ്ങനെയാണ് ലിബറൽ ഹ്യൂമനിസ്റ്റുകൾ ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു 10 പോയിന്റ്സ് ആണ് നമുക്ക് ഈ ടൈറ്റിലിന് കീഴിൽ മെയിൻ ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ബിഗിനിങ് തിയറി എന്ന് പറയുന്ന വർക്കിന്റെ ഫുൾ ടൈറ്റിൽ ആണ് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ബിഗിനിങ് തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറി. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1995, റിട്ടൺ ബൈ പീറ്റർ ബാരി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം അല്ലെ. ഇതിനകത്ത് പറയുന്നത് ബേസിക് ടെനൻസ് ഓഫ് ക്രീഡ് ബൈ പീറ്റർ ബാരി. ബിഗിനിങ് തിയറിയിൽ പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെനൻസ്, അല്ലെങ്കിൽ ഒരു 10 പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ലിറ്ററേച്ചറിനെ എങ്ങനെ അനലൈസ് ചെയ്തു, ലിബറൽ ഹ്യൂമനിസ്റ്റുകൾ എങ്ങനെയാണ് ലിറ്ററേച്ചറിനെ നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ക്രിറ്റിസിസം വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്തത്. തിയറി ബിഫോർ തിയറി, സയന്റിഫിക് തിയറീസ് വരുന്നതിന് മുമ്പ് ഇത്തരം ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്തിരുന്നതിന് കീപ്പ് ചെയ്തിരുന്ന തിയറി എന്താണ്, പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, അതിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് ലിറ്റററി വാല്യൂ ഈസ് ട്രാൻസെൻഡന്റൽ. ദാറ്റ് ഈസ് ഗുഡ് ലിറ്ററേച്ചർ ഇസ് ഓഫ് ടൈംലെസ് സിഗ്നിഫിക്കൻസ്. അത് അതിനാൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്. ലിറ്റററി വാല്യൂ ഈസ് ട്രാൻസെൻഡന്റൽ. എന്താ ട്രാൻസെൻഡന്റിന്റെ അർത്ഥം? അതായത് ഒരു ടൈം എൻഡ്ലെസ് ആണ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റ്ലെസ് ആണെന്നൊക്കെ നമുക്ക് പറയാം. ലിറ്റററി വാല്യൂ എന്ന് പറയുന്ന സംഗതി എന്താണ്, ട്രാൻസെൻഡൽ ആണ്, അല്ലെങ്കിൽ ടൈംലെസ് ആണ്, ലിമിറ്റ്ലെസ് ആണ്. ദാറ്റ് ഈസ് ഗുഡ് ലിറ്ററേച്ചർ ഈസ് ഓഫ് ടൈംലെസ് സിഗ്നിഫിക്കൻസ്. നമ്മൾ ഇന്നും കുറെ അധികം ഏൻഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പഴയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള വർക്കുകൾ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. എന്താ അതിനുള്ള കാരണം? അതിന് ഈ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. ഏത് ക്വാളിറ്റി? ഈ ട്രാൻസെൻഡന്റൽ ക്വാളിറ്റി, വാല്യൂ ഉള്ളത് കൊണ്ടാണ്. അതായത് ഗുഡ് ലിറ്ററേച്ചർ എന്നും എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ടാണ്. ഷേക്സ്പിയറിന്റെ വർക്ക്സിനെ കുറിച്ചിട്ട് ബെൻ ജോൺസൺ കമന്റ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അതിനകത്ത് കോട്ടിൽ കൊടുത്തേക്കുന്നത്. സച്ച് റൈറ്റിംഗ് ഈസ് നോട്ട് ഫോർ എൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം. കേട്ടോ, ഷേക്സ്പിയർ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെ. അദ്ദേഹത്തിന്റെ വർക്കുകൾ ആ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്കോ ആ കാലഘട്ടത്തിനോ വേണ്ടി എഴുതിയിട്ടുള്ളതല്ല, മറിച്ച് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷേക്സ്പിയറിനാണ്. ഷേക്സ്പിയറിന്റെ വർക്കുകൾക്ക് എന്താ പറയാ, എല്ലാ കാലത്തും എന്തുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പൊ ഗുഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സംഗതിക്ക് എന്തുണ്ട്, ഈ ടൈംലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ലിറ്റററി വാല്യൂ ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഈ ടൈറ്റിലിന്റെ കീഴിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഈസ് എ ലിറ്റററി ടെക്സ്റ്റ് കണ്ടെയ്ൻസ് ഇറ്റ്സ് ഓൺ മീനിങ് within itself and it does not require any elaborate process of placing it within a context, whether this later be socio-political, autobiographical, ലിറ്റററി ഓർ ഹിസ്റ്റോറിക്കൽ. അതായത് ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യാൻ അതിന്റെ ഓതർ ആരാണെന്നോ,
അതിന്റെ എഴുതിയ കാലഘട്ടം ഏതാണെന്നോ, ആ എഴുതിയ കാലഘട്ടത്തിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. മറിച്ച് ആ ടെക്സ്റ്റിന്റെ ഉള്ളില് എന്ത് പറയുന്നു, ഫ്രം ഫസ്റ്റ് ലൈൻ ടു ലാസ്റ്റ് ലൈൻ, അല്ലെങ്കിൽ ഫസ്റ്റ് പേജ് ടു ലാസ്റ്റ് പേജ് വരയ്ക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അർത്ഥം, അല്ലെങ്കിൽ എന്ത് മീനിങ് ആണ് ആ ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്, അത് മാത്രമേ നമുക്ക് ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യാൻ ആവശ്യമുള്ളൂ. മറിച്ച് അത് എത്ര ഫേമസ് ആയതോ അല്ലെങ്കിൽ ഫേമസ് അല്ലാത്തായിട്ടുള്ള ഓതർ എഴുതിയതാണോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ കുറിച്ച് എഴുതിയതാണോ, അല്ലെങ്കിൽ അതിൽ പറയുന്ന പൊളിറ്റിക്സ് എന്താണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ സെക്കൻഡ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. I think it is clear. Then third point, to understand the text well, it must be detached from these context and studied in isolation. അതായത് ഒരു ടെക്സ്റ്റിനെ വൃത്തിക്ക് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ വേണ്ട വിധത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ, it must be detached from these context. നമ്മൾ നേരത്തെ പറഞ്ഞ ആരെഴുതി, എന്തിനെഴുതി, എപ്പോഴെഴുതി, ഏത് സാഹചര്യത്തിൽ എഴുതി, ആർക്ക് വേണ്ടി എഴുതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ടെക്സ്റ്റ് ഷുഡ് സ്റ്റഡീഡ് ഇൻ ഐസൊലേഷൻ. അതായത് ഒറ്റയ്ക്ക് ടെക്സ്റ്റിൽ എന്ത് പറയുന്നു എന്നുള്ള കാര്യം മാത്രമാണ് എന്ത് ചെയ്യണ്ടു, അനലൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ടെക്സ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കണ്ടോ, മാത്യു അർണോൾഡിന്റെ ഒരു ഡെഫിനിഷനും കൂടി അതിന്റെ കൂട്ടത്തിൽ ഒന്ന് ചേർക്കാണ്. ടു സീ ദ ഒബ്ജക്ട് ആസ് ഇൻ ഇറ്റ് സെൽഫ് ഇറ്റ് റിയലി ഈസ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റിയാലിറ്റിയിൽ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതിന് വേറെ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട്, ആരുണ്ടാക്കിയെന്നോ എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്നോ അങ്ങനെയുള്ള ബാക്കിയുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. ഒരു ടെക്സ്റ്റിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ടെക്സ്റ്റിനെ ടെക്സ്റ്റ് ആയിട്ട് തന്നെ കാണുക, അതിലെന്ത് പറയണു അത് മാത്രം എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. ക്ലിയർ ആണോ? ഇപ്പോ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഏതെങ്കിലും ഒരു വർക്ക് നമ്മൾ എടുത്തു. അപ്പോ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് കേട്ടോ, ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഓതറിന്റെ ഒരു വർക്ക് ആണെന്ന് നമ്മൾ വിചാരിക്കും. ആ വർക്ക് എടുത്ത് നമുക്ക് ആ ഓതറിനോട് ഒരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അതിൽ അദ്ദേഹം എഴുതുന്ന സ്റ്റൈലിനോട് ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ അദ്ദേഹം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കോണ്ടന്റ് ആണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഓതറിന്റെ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ എന്താ പറയാ ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ കൂട്ടി ചേർത്ത് വായിക്കുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഓതർ ഇങ്ങനെ, അപ്പൊ എന്താ ഇയാൾ ഇങ്ങനെ എഴുതിക്കണേ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്തേക്കണേ എന്നുള്ളൊരു ആ ഓതറിന്റെ ഒരു പേഴ്സണൽ ലൈഫുമായിട്ടോ ലിറ്റററി വർക്കുമായിട്ടോ ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല, ചിലപ്പോൾ ബന്ധം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടിമുട്ടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ. അതും കൂടെ അതാകുമ്പോൾ നമ്മുടെ എന്താവും, നമ്മൾ അത് അനലൈസ് ചെയ്യുന്ന രീതിയിൽ എന്തുണ്ടാവും, വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മൾ സിനിമ കാണുന്ന മാതിരി ഇപ്പൊ ലാലേട്ടൻ ഫാൻസും മമ്മൂട്ടി ഫാൻസ് അങ്ങനെ ഓരോ ഫാൻസുകാരുണ്ടല്ലോ. ഇപ്പൊ ലാലേട്ടന്റെ ഒരു സിനിമ, ഞാൻ ലാലേട്ടൻ ഫാൻ ആണെന്ന് വിചാരിക്കും. സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ കണ്ടന്റിന്റെ അപ്പുറത്ത് എനിക്ക് ആ ഒരു എന്താ പറയാ ആക്ടറിനോടുള്ള ഒരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്താ പറയും, നല്ല സിനിമ കേട്ടോ, സൂപ്പർ സിനിമയാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ഇനിയിപ്പോ നല്ല അഭിനയമാണെങ്കിൽ കൂടി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ആക്ടറാണ് അഭിനയിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, കുഴപ്പമില്ല, തട്ടിക്കൂട്ടാന്നൊക്കെ ഇങ്ങനെ പറയാം. പക്ഷെ വേറൊരാള് അത് അങ്ങനെ തന്നെ കാണണം നിർബന്ധമില്ല അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഒരു വർക്കിനെ, സിനിമ ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, പോയം ആയിക്കോട്ടെ, എന്ത് വേണേലും ആയിക്കോട്ടെ, ഒരു കാര്യത്തിനെ നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ അത് എന്താണോ അത് തന്നെ മനസ്സിലാക്കണം. അതിന്റെ പുറകിലേക്കുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകേണ്ട എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. Then fourth point, human nature is essentially unchanging. അത് അതിൽ തന്നെ ഉണ്ട് കൃത്യമായിട്ട്. ഹ്യൂമൻ നേച്ചർ, ബിഹേവിയർ അല്ല കേട്ടോ പറയണേ, ഹ്യൂമൻ ബിഹേവിയർ എന്നല്ല പറയുന്നത്. ഹ്യൂമൻ നേച്ചർ ഈസ് എസെൻഷ്യലി unchanging. Therefore, continuity in literature is more important than innovation. എന്താണ് വേണ്ടത്, ഒരു ലിറ്ററേച്ചറിന് ഇന്നോവേഷൻസിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താണെന്നാണ് പറയണേ, കണ്ടിന്യൂറ്റി ആണ്. അതായത് ഇതിൽ ഞാൻ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സാമുവൽ ജോൺസൺ ഡെനിഗ്രേറ്റഡ് അർത്ഥം ക്രിട്ടിസൈസസ് ട്രിസ്ട്രാം ഷാൻഡി, അങ്ങനെ ഒരു വർക്ക് ഉണ്ട് ലോറൻസ് ജോൺസന്റെ, ബിക്കോസ് ഇറ്റ് വാസ് ഒറിജിനൽ. അദ്ദേഹം അതിനെന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് ട്രിസ്ട്രാം ഷാൻഡി എന്ന് പറയുന്ന നോവലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സാധാരണ നോവലുകൾക്ക് കണ്ടുവരുന്ന ഒരു സ്ട്രക്ചറിനെ മാറ്റി വേറൊരു രീതിയിൽ ഒരു ഇന്നോവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വേർഷനിൽ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോവലാണ് കേട്ടോ. ആ നോവലില്
ഈ പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു കാര്യം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ചില സിനിമകൾ കാണുമ്പോൾ അങ്ങനെയാവും. നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരയ്ക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയൂ അല്ലെ. അല്ലാതെ ഇടയ്ക്കൊന്നും തലയ്ക്കൊന്നും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതില് ഒന്നും മനസ്സിലാവില്ല, കഥയും മനസ്സിലാവില്ല, എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് നോവലാണ് ഏത് ട്രിസ്ട്രം ഷാൻഡി. അപ്പൊ ഇതുമാതിരി അതിനകത്ത് എന്തില്ല, ഈ പറയുന്ന ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് സ്റ്റൈലാണ് അതിൽ ഫോളോ ചെയ്തത്. അപ്പൊ എന്താണ് ആവശ്യം? ലിറ്ററേച്ചറിൽ ഇന്നോവേഷൻസ് വേണം, വേണ്ടെന്നല്ല, ബട്ട് അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനു കൊടുക്കണം? ഈ പറയുന്ന കണ്ടിന്യൂറ്റി കൊടുക്കണം. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എവറി പേഴ്സൺസ് ഹാസ് എ യുണീക്ക് എസെൻസ് വിച്ച് ട്രാൻസെൻഡ് ഹിസ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ്. അതായത് എല്ലാ ആൾക്കാർക്കും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ സ്വത്വമുണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. വിച്ച് ട്രാൻസെൻഡ് ഹിസ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ്. ഈ ദ ട്രാൻസെൻഡ് സബ്ജക്ട് ആൻഡ് ഇൻഡിവിജ്വൽ, അതായത് ഈ ട്രാൻസെൻഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഇൻഡിവിജ്വൽ മെയിൻറ്റെയിൻസ് ഹിസ് യുണീക്ക് എസെൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ത്രൂ ഔട്ട് ലൈഫ് ആൻഡ് ത്രൂ ഔട്ട് ദ സ്റ്റോറി ലൈൻ. അപ്പോൾ എന്ത് വേണം ഒരു ക്യാരക്ടറിന്, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഒരു പേഴ്സൺ, ഒരു ലിറ്ററേച്ചറിലെ ഒരു ക്യാരക്ടറിന് എന്ത് വേണം? ത്രൂ ഔട്ട് ആ സ്റ്റോറിയുടെ എൻഡ് വരയ്ക്ക് ഈ പറയുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂറ്റി വേണം. അങ്ങനെ ഒരു പോയിന്റ് ആണ് ഏതിൽ പറയുന്നത്? അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. ദെൻ സിക്സ്ത് പോയിന്റ്, the purpose of literature is specially the enchantment of life and the propagation of humane value. എന്ത് വേണം? ലിറ്ററേച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലിറ്ററേച്ചർ പൊതുവെ? എൻചാൻമെന്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണോ എല്ലാ ലിറ്ററേച്ചറും? അല്ലെ, ഒരു പക്ഷേ നമുക്ക് അറിവ് നേടാനാവാം, അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാവാം. അങ്ങനെ പല രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട്, ഓരോരുത്തർക്കും ഓരോ ശൈലികളാണ്. ദ പർപ്പസ് ഓഫ് എന്തായിരിക്കണം ലിറ്ററേച്ചറിന്റെ പർപ്പസ്? ദ പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ ഇസ് ടു സ്പെഷ്യലി ദ എൻചാൻമെന്റ് ഓഫ് ലൈഫ് ആൻഡ് ദി പ്രൊപ്പഗേഷൻ ഓഫ് ഹ്യൂമൻ വാല്യൂ. ഈ ഹ്യൂമൻ വാല്യൂസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിരിക്കണം. അതായത് നമ്മൾ ഈ മനുഷ്യത്വപരമായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെ പറയും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളിനെ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിരിക്കണം എന്തിന്റെ പർപ്പസ്? ലിറ്ററേച്ചറിന്റെ purpose. Okay, then seventh point is the form and the content in literature must be fused in an organic way so that one grows inevitably from the other. എന്ത് വേണം ലിറ്ററേച്ചറിന്? ഒരു നല്ല ലിറ്ററേച്ചറിന് എന്തും കൂടെ വേണം? അതിന്റെ ഫോമും, അതായത് എഴുതുന്ന സ്റ്റൈലും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കണ്ടന്റും അതിന്റെ ഉള്ളടക്കത്തിനും എന്ത് വേണം? ഇറ്റ് മസ്റ്റ് ബി ഫ്യൂസ്ഡ് ഇൻ ആൻ ഓർഗാനിക് വേ. ഇത് രണ്ടും കൂടെ ഒരു നല്ലൊരു ബ്ലെൻഡിലായിരിക്കണം. അതായത് എന്താ പറയാ, അതില് കഥയും അതുപോലെ തന്നെ അത് എഴുതാനായിട്ട് ഫോളോ ചെയ്തിരിക്കുന്ന രീതികൾക്കും എന്ത് വേണം? ഒരു ബ്ലെൻഡ് വേണം. എങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, വായിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ രീതിയിൽ അതിനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദാറ്റ് വൺ ഗ്രോസ് ഇന്നെവിറ്റബിളി ഫ്രം ദ അതർ. രണ്ടും എന്ത് ചെയ്യണം? രണ്ടിനെയും കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഫോമിനെയും കണ്ടന്റിനെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടിനെയും എന്ത് ചെയ്യണം? കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, then next point, eighth point is sincerity is quality which inheres in the language with which literature is made. ഒരു വർക്ക് എഴുതുന്ന സമയത്ത് എന്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്? ഈ പറയുന്ന സിൻസിറിറ്റിക്കും, അതായത് ട്രൂത്ത്ഫുൾനെസ് ടുവേർഡ്സ് ദി എക്സ്പീരിയൻസ്. നമ്മൾ ലിറ്ററേച്ചർ ആണെന്ന് നമുക്കറിയാം അല്ലെ, അത് നടന്നിട്ടുള്ള കാര്യമില്ല, ഫിക്ഷൻ ആണെന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും മെജോറിറ്റി ഓഫ് ആൾക്കാരും എഴുതുന്നത് ഈ പറഞ്ഞ പോലെ ആരുടെങ്കിലും അനുഭവങ്ങളോ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ആരുടെയെങ്കിലും ആയിക്കോട്ടെ, ഓതറുടെ തന്നെ ആവണം നിർബന്ധമില്ല, വേറെ ആരുടെയെങ്കിലും ആവാം. സോ അതിൽ എന്ത് വേണം? ഒരു ട്രൂത്ത്ഫുൾനെസ് വേണം. നമ്മൾ അതിന്റെ കൂട്ടത്തില് എന്താ പറയാ, വായനക്കാരനെ ഹരം കൊള്ളിക്കാനായിട്ട് പല എന്താ പറയാ പൊടുപ്പും തൊങ്ങലൊക്കെ നമ്മൾ ചേർക്കും. പക്ഷെ അതിനൊക്കെ എന്തുണ്ട്? അതിലും എന്തുണ്ട്? ഈ പറയുന്ന ഒരു ട്രൂത്ത്ഫുൾനെസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഓണസ്റ്റി ടുവേർഡ്സ് സെൽഫ്. ഓതർ എഴുതുന്ന ആളോടും എന്ത് ചെയ്യാൻ പറ്റണം? ഈ പറയുന്ന സത്യസന്ധത പുലർത്താനായിട്ട് പറ്റണം. ദെൻ ദ കപ്പാസിറ്റി ഫോർ ഹ്യൂമൻ എംപതി ആൻഡ് കമ്പാഷൻ. എഴുതുന്ന ആൾക്ക് എന്തും വേണം? ദ കപ്പാസിറ്റി ഫോർ ഹ്യൂമൻ എംപതി ആൻഡ് കമ്പാഷൻ. ഈ പറയുന്ന ഇപ്പൊ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ആൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വേറെ ആരുടെയെങ്കിലും അനുഭവം ആണെന്നുണ്ടെങ്കിൽ അത് ഞാനാണ് ആ സാഹചര്യത്തിലൂടെ കടന്നു പോയത്
എന്നുള്ള തോട്ടാവും ആൾ എഴുതുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ആൾ അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതായത് വേറൊരാൾ അനുഭവിച്ച കാര്യമാണെങ്കിൽ കൂടി അത് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ എങ്ങനെയാവും എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ടായിരിക്കാം ഓരോ എഴുത്തുകാരും ഓരോ ശൈലിയിൽ വർക്കുകൾ ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന സിനിമയാണ് ആടുജീവിതം. ബെന്യാമിന്റെ നജീബ് എന്ന് പറയുന്ന ആളുടെ കഥ പറയുന്ന ബെന്യാമിൻ. അപ്പൊ ബെന്യാമിന്റെ നോവൽ വായിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു 90-95% റീഡേഴ്സും ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് കണ്ണീറനണിഞ്ഞിട്ടുണ്ടാവാം. എന്തുകൊണ്ടായിരിക്കാം ആ ഭാഷയ്ക്ക് ഇത്രയും ഒരു എഫക്റ്റ് കിട്ടാനായിട്ടുള്ള കാരണം? അതൊരു പക്ഷെ നജീബാണ് അനുഭവിച്ചതെന്നുണ്ടെങ്കിൽ കൂടി ബെന്യാമിൻ അത് എഴുതുന്ന സമയത്ത്, ഈ കഥയൊക്കെ കേട്ടതിന് ശേഷം എഴുതുന്ന സമയത്ത് ഞാനാണ് ഇത് അനുഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ എന്നുള്ള ഒരു പാഷനിലാവും ഒരു പക്ഷെ എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് വായിക്കുന്ന ഓരോ ആൾക്കാരിലും ഈ പറയുന്ന നല്ല ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ആ പോയിന്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്ന എക്സാമ്പിൾസ് ആണ്. ദെൻ റൈറ്റേഴ്സ് ഷുഡ് ബി സിൻസിയർ ആൻഡ് ഓണസ്റ്റ്. നിർബന്ധമാണ് അല്ലെ, അതെല്ലാ ലിറ്ററേച്ചറിലും അങ്ങനെ തന്നെയാണ്. റൈറ്റേഴ്സ് ഷുഡ് ബി sincere and honest. Try to avoid cliche or over-inflated forms of expressions, etc. അതായത് ഈ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന സംഗതികളൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടി ഒരു പുതുമ, കുറച്ചുകൂടി ഒരു കൗതുകം റീഡേഴ്സിന് അതിലേക്ക് എന്താ പറയാ ശ്രദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള എന്താ പറയാ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവും. Then 9th point, what is valued in literature is silent showing and demonstrating of something rather than explaining or saying. Showing over telling, അതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ. ഷോയിങ് ഓവർ ടെല്ലിങ്. ചില ആൾക്കാർ കഥ പറയുമ്പോൾ നമ്മൾ അത് അനുഭവിച്ച പോലെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും എഴുത്തുകാർ കഥ പറയുന്ന രീതികൾ, സിനിമകളിലോ അല്ലെങ്കിൽ അങ്ങനെയാ. അപ്പോ അത് കാണുമ്പോൾ നമുക്ക് എന്താണ്, ഒരു കഥ പറയുമ്പോൾ തന്നെ നമ്മൾ അതൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് അല്ലേ. അപ്പൊ എന്ത് വേണം ഒരു ലിറ്ററേച്ചറിന്? വാട്ട് ഈസ് വാല്യൂഡ് ഇൻ ലിറ്ററേച്ചർ ഈസ് സൈലന്റ് ഷോയിങ്. എന്താണ്? നിശബ്ദമായിട്ടുള്ള ഒരു ഷോയിങ് ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ഓഫ് സംതിങ് rather than explaining or saying. ചില നോവൽസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു ക്വാളിറ്റി വേണം എന്തിന്, ലിറ്ററേച്ചറിന്. ഷോയിങ് ഓവർ ടെല്ലിങ്. ആൻഡ് വേർഡ്സ് ഷുഡ് മൈം or demonstrate or act out or sound out what they signify rather than just representing it in an absurd way. ചില പോയിന്റ്സുകളൊക്കെ ഭാഷയുടെ ഒരു കാഠിന്യം കാരണം ചില സമയത്ത് ചിലത് എന്താ, ഈവൻ മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ചിലത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോവാറുണ്ട് അല്ലെ ചില നോവൽസും ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോൾ. മറിച്ച് എന്ത് വേണം ഒരു ലിറ്ററേച്ചറിന്? അതിൽ പറയുന്ന കാര്യങ്ങളെ മൈമീക്കുന്ന, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ശൈലി ഫോളോ ചെയ്യുന്ന ഒരു ക്വാളിറ്റി വേണം എന്തിന്, ലിറ്ററേച്ചറിന്. ഇതാണ് 9th പോയിന്റ് പറയുന്നത്. FR ലീവീസ് ഇതിന്റെ ഒരു പ്രൊപ്പണന്റ് ആണ് കേട്ടോ. FR ലീവീസ് ആരാണെന്ന് നമ്മൾ കാണും, നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. Then last point, the job of criticism is to interpret the text and to mediate between it and the reader. As usual നമുക്കറിയാം ക്രിറ്റിസിസം എന്ന് പറയുന്നതിന്റെ ജോലി അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ടു ഇന്റർപ്രറ്റ് ദ ടെക്സ്റ്റ്. ആ ഒരു ടെക്സ്റ്റിനെ സാധാരണ നമ്മൾ വായിച്ച് നമുക്ക് കിട്ടുന്ന ലിറ്ററൽ മീനിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു ആംഗിളിലും കൂടി കാണാൻ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ടു മീഡിയേറ്റ് ബിറ്റ്വീൻ ഇറ്റ് ആൻഡ് ദ റീഡർ. റീഡറിനെയും ആ ടെക്സ്റ്റിന്റെയും ഇടയ്ക്ക് ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് മീഡിയേറ്റ് ചെയ്യുന്ന ഒരു റോളാണ് ആർക്കുള്ളത്, ക്രിറ്റിസിസത്തിന് അല്ലെങ്കിൽ ക്രിട്ടിക്കുകൾക്കുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു സിനിമ അതിനെ നമുക്ക് ഒരു ഫെമിനിസ്റ്റ് വേയിലും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം, അല്ലെങ്കിൽ അതിനൊരു മാർക്സിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വെള്ളിയാണല്ലോ ചിന്തിച്ചു നോക്കാം എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് വിടുന്ന എന്താ പറയാ പ്രോസസ്സാണ് അല്ലെങ്കിൽ ജോലിയാണ് എന്ത് ചെയ്യുന്നത്, ക്രിറ്റിസിസം ചെയ്യുന്നത്. ഓക്കെ, ഈ 10 പോയിന്റ്സ് ആണ് തിയറി ബിഫോർ തിയറി എന്ന് പറയുന്ന ടൈറ്റിലിന്റെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.
നമ്മൾ കണ്ട ഈ 10 പോയിന്റ്സിന് ശേഷം നമ്മൾ കാണുന്നത് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ. അതിൽ എന്തൊക്കെയാണ് പറയണത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ലിബറൽ ഹ്യൂമനിസത്തിന്റെ കാര്യം പറഞ്ഞു നമ്മൾ. പെട്ടെന്ന് വന്ന കുറച്ച് ചേഞ്ചസ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ വന്നത്, അതിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. Criticism starts with the modernist period of late 19th and early 20th century. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 20th സെഞ്ചുറിയുടെ ബിഗിനിങ്ങോട് കൂടിയിട്ടാണ് ഈ പറയുന്ന മോഡേണിസ്റ്റ് തിയറീസ് അല്ലെങ്കിൽ മോഡേൺ പീരീഡ് ബിഗിൻ ചെയ്യുന്നതും മോഡേണിസ്റ്റ് തിയറീസ് എമർജ് ചെയ്യുന്നതും. അക്കോർഡിംഗ് ടു എയ്ജസ് അഹമ്മദ്, അദ്ദേഹം ഒരു ഇന്ത്യൻ ബോൺ അമേരിക്കൻ മാർക്സിസ്റ്റ് ഫിലോസഫർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്, ഇൻ തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇൻ തിയറി, ക്ലാസസ്, നേഷൻസ്, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണത്, എയ്ജസ് അഹമ്മദിന്റെ. അദ്ദേഹത്തിന്റെ ഈ വർക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, more advanced sectors of English studies during the period between the two world wars were dominated by four main tendencies. അതായത് ഇംഗ്ലീഷ് സ്റ്റഡീസിന്റെ സെക്ടറിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്നത് ഈ രണ്ട് വേൾഡ് വാറിന്റെ ഇടയ്ക്കാണ്. ആൻഡ് ഇറ്റ് വാസ് ഡോമിനേറ്റഡ് ബൈ ഫോർ മെയിൻ ടെൻഡൻസീസ്. മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങളിലെയാണ്, അതിൽ 3 അല്ല 4 കാര്യങ്ങളിലെയാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന്, the practical criticism by അയ്യർ റിച്ചാർഡ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പയ്യെ പയ്യെ കാണും കേട്ടോ, worried ആവണ്ട. Then the conservative monarch or quasi catholic criticism of T.S. Eliot. എലിയറ്റിനെ നമുക്ക് പരിചയം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കൺസർവേറ്റീവ് മൊണാർക്കിസ്റ്റ് അല്ലെങ്കിൽ ക്വാസി കാത്തലിക് ക്രിറ്റിസിസം എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് അതിലേക്കാണ്. Then avant-gardist modernism. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഈ avant-garde എന്നുള്ളത്. മോഡേണിസ്റ്റ് പീരീഡിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. Then fourth one is the new criticism of John Crow Ransom and Alan Tate. ഇവരും നമുക്ക് ഡിഗ്രിക്ക് കുറച്ച് നമ്മളൊന്ന് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേരുകളൊക്കെ എന്താണ് ഫെമിലിയർ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഈ 4 ടെൻഡൻസീസ് ആണ് മെയിൻ ആയിട്ട് ഈ മോഡേൺ പീരീഡിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നിട്ടുള്ളതാണ് എന്നാണ് എയ്ജസ് അഹമ്മദ് അദ്ദേഹത്തിന്റെ വർക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി FR ലിവിസ്, ആ ടൈറ്റിലിന്റെ കീഴിൽ പറയുന്ന മെയിൻ പോയിന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാതും ഒന്നുമില്ല, പക്ഷെ എങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ. And FR Lewis assimilated some of the pedagogical strategies of practical criticism and formulated and led the scrutiny group. ഈ FR ലിവിസ് ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ജേർണൽ ആണ് സ്ക്രൂട്ടിനി. ജേർണൽസിന്റെ പേരൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഗ്രൂപ്പ് വിച്ച് വാസ് ലേറ്റർ ഡെവലപ്ഡ് ബൈ അയ്യർ റിച്ചാർഡ് into the science of literary criticism. മെജോറിറ്റി ഈ സ്ക്രൂട്ടനിയിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങൾ എന്തായിരിക്കും? ക്രിറ്റിസിസം അല്ലെങ്കിൽ FR ലിവിസ്, അയ്യർ റിച്ചാർഡ്, അങ്ങനെ ആ കാലത്തുള്ള ക്രിട്ടിക്കുകൾക്ക് എന്താണോ പറയാനായിട്ടുള്ളത് അതിനെ കുറിച്ചിട്ടാവും ഡീൽ ചെയ്തിട്ടുണ്ടാവുക. ബൈ ഡിറ്റാച്ചിങ് ദ സബ്ജക്റ്റീവ് വ്യൂ ഓഫ് ലിറ്റററി വർക്ക് ഫ്രം ദ കോഴ്സ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു FR ലിവിസ് ഈ ഒബ്ജക്റ്റീവ് സ്റ്റഡീന്റെ ആളാണെന്ന് നമ്മൾ ഈ ബേസിക് ടെനൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഡീൽ ചെയ്തതാണ്. അപ്പൊ FR ലിവിസ് എങ്ങനെയാണ് ലിറ്റററി ടെക്സ്റ്റുകളെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്? ഡിറ്റാച്ചിങ് ദ സബ്ജക്റ്റീവ് വ്യൂ ഓഫ് ലിറ്റററി വർക്ക്. എന്താ സബ്ജക്റ്റീവ് വ്യൂ? നമ്മൾ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? സബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ, എന്റെ ഇമോഷൻസിനെ, എന്റെ ഇഷ്ടങ്ങൾക്ക്. അപ്പൊ അതെന്താവും? സബ്ജക്റ്റീവ് ആവും. മറിച്ച് ലിറ്റററി ക്രിറ്റിസിസം എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് സ്റ്റഡി ആയിരിക്കും, വളരെ ഫാക്ട് ബേസ് ആയിട്ടുള്ളതായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം നമ്മൾ മലയാളത്തിൽ പറയും. അതായത് നമുക്ക് കിട്ടാവുന്ന എവിഡൻസിന്റെയും അല്ലെങ്കിൽ സയന്റിഫിക് പ്രൂഫിന്റെ ഒക്കെ ബേസിസിലായിരിക്കണം എന്ത് ക്രിറ്റിസിസം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒരു ലിറ്റററി ടെക്സ്റ്റിനെ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നാണ് FR ലിവിസ് പറയുന്നത്? ഡിറ്റാച്ചിങ് ദ സബ്ജക്റ്റീവ് വ്യൂ ഓഫ് ലിറ്റററി വർക്ക്സ് ഫ്രം ദ കോഴ്സ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. ഒരു നല്ല ക്രിട്ടിക്ക് എങ്ങനെയായിരിക്കണം? സബ്ജക്റ്റീവ് ആവാണോ വേണ്ടത്? അല്ല, മറിച്ച് ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ആണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്? എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ആരെഴുതി, എന്തിനെഴുതി, എപ്പോഴെഴുതി, ഏത് കാലഘട്ടത്തിൽ എഴുതി, ആർക്ക് വേണ്ടി എഴുതി, ഇങ്ങനെയുള്ള പോയിന്റ്സിലൊന്നും നമുക്ക് അല്ലെങ്കിൽ ഓതറുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഇവിടെ പറയുന്നത്. സത്യം ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഓതർക്ക് വലിയ റോളൊന്നുമില്ല. ഓതർക്ക് അത് എഴുതി കൊടുക്കുക എന്നുള്ളതല്ലാതെ മറിച്ച് അദ്ദേഹത്തിന് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം നമ്മൾ ടെക്സ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും.
ഇനി FR Leavis also worked towards the objective view of literary analysis. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഒബ്ജക്റ്റീവ് വ്യൂ ഫോർ ദ ലിറ്റററി അനാലിസിസ്. ഒബ്ജക്റ്റീവ് വ്യൂ ആണ് ലിറ്റററി അനാലിസിസിൽ. ആൻഡ് റീപ്ലേസ് ദ ട്രഡീഷണൽ ആൻഡ് അരിസ്റ്റോക്രാറ്റിക് പെർസെപ്ഷൻ ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിന്റെ നമ്മൾ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ എങ്ങനെ ഒരു സംഭവത്തിനെ നമ്മൾ അനലൈസ് ചെയ്യണം, അതിനൊക്കെ ഒരു കാലാകാലങ്ങളായിട്ട് കീപ്പ് ചെയ്തിരുന്ന ഒരു മെത്തേഡിനെ, ആ ട്രഡീഷണൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിനെ എന്താണ് ചെയ്തത്, റീപ്ലേസ് ചെയ്തിട്ട് സബ്ജക്റ്റീവ് ആവാൻ പാടില്ല, മറിച്ച് ലിറ്റററി ക്രിറ്റിസിസത്തിൽ എപ്പോഴും ഏത് സ്റ്റഡിയാണ് കൊണ്ടുവരേണ്ടത്, ഒബ്ജക്റ്റീവ് സ്റ്റഡിയാണെന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കാണ് FR ലെവിസ്. ദെൻ അടുത്ത നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കാണുന്ന പോയിന്റ് ആണ് ഫ്രം ക്രിറ്റിസിസം ടു തിയറി. The emergence of the term theory is because of the radical disagreement over interpreting almost every social cultural phenomenon. എപ്പോഴായിരിക്കും ഒരു തിയറി ഒക്കെ ഇങ്ങനെ എമേർജ് ചെയ്യുന്നുണ്ടാവുക? എപ്പോഴും നമുക്കറിയാലേ, നമ്മൾ പല കാലഘട്ടങ്ങളിലായിട്ട് നമ്മൾ ലിറ്ററേച്ചറിനെ ഇങ്ങനെ തിരിച്ചു പഠിക്കും അല്ലെ. ക്ലാസിക്കൽ പീരീഡ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, അതിൻ്റെ ഇടയ്ക്ക് റൊമാൻറ്റിക്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഓരോ കാലഘട്ടം വരുന്നത് ഒന്നിനെതിരായിട്ടാണ്. നമ്മൾ ശത്രുതയല്ല കാണേണ്ടത്, മറിച്ച് ആ കാലഘട്ടത്തിൽ ഫോളോ ചെയ്തിരുന്ന ഐഡിയോളജീസ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എഴുതിയിരുന്ന ഓതേഴ്സിന്റെ പെർസ്പെക്റ്റീവ്സ്, ഇതിനെല്ലാം അങ്ങനെയല്ല, അതിൽ കുറച്ചുകൂടി കറക്ഷൻ വരണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ് ഓരോ കാലഘട്ടത്തിലും ചേഞ്ചസ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ തിയറി എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ടേം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ബിക്കോസ് ഓഫ് ദി റാഡിക്കൽ ഡിസഗ്രിമെന്റ് ഓവർ ഇന്റർപ്രിറ്റിംഗ്. അതായത് വർക്കിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്കാണ് ഇത്തരം തിയറീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, എമേർജ് ചെയ്യുന്നത്. ഇൻ ദ ഏർലി 19th century, FR Leavis and René Welleck debated about the relation between philosophy and literary criticism. ലിറ്റററി ക്രിറ്റിസിസം ആണോ വേണ്ടത്, ഫിലോസഫി ആണോ വേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ഡിബേറ്റ് ഇവർ തമ്മിലുണ്ടായി. ആര്? നമ്മുടെ FR Leavisഉം റെനെ വെലക്കും 19th century. According to René Welleck, അദ്ദേഹത്തിന്റെ point of view പറയാണ്, in order to teach the literary criticism, it is important to teach the larger philosophical argument. Criticism മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം, എന്തും കൂടെ അറിഞ്ഞിരിക്കണം, ഫിലോസഫിയും കൂടി അറിഞ്ഞിരിക്കണം. If it is not done, then the literary criticism would be taught in what Welleck calls as theoretical void or theoretical vacuum. അതായത് ഇപ്പോ ഫിലോസഫി അറിയാതെ ക്രിറ്റിസിസം പഠിച്ചു കഴിഞ്ഞാലും ക്രിറ്റിസിസം അറിയാതെ ഫിലോസഫിയിലേക്ക് പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതൊരു വേക്കമാണ് അല്ലെങ്കിൽ ഒരു വോയിഡ് ആണ്, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ടാണെന്നാണ് റെനെ വെലക്ക് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്. And Welleck complained of Leavis' reading of Romantic, saying that he has not stated his assumptions more explicitly and defended them substantially. ഇപ്പൊ എന്താ പറയാ, FR വെലക്കിന്റെ കംപ്ലൈന്റ് ആണ് ആർക്കെതിരെ, ലിവിസിനെതിരെ. എന്താ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അസംഷൻസ് കൂടുതൽ എക്സ്പ്ലിസിറ്റും ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുമില്ല. ആൻഡ് ഡിഫെൻഡഡ് ദം സബ്സ്റ്റാൻഷ്യലി, ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്തിട്ടില്ല, ഡിഫെൻഡും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് അദ്ദേഹം ഈ സ്ക്രൂട്ടണിയില് മാർച്ച് 1937 പബ്ലിഷ് ചെയ്ത സ്ക്രൂട്ടണിയില് മാഗസിനില് ജേർണലില് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലൈന്റ് പോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതും അതിൽ ആ പോയിന്റിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ദ കമ്മ്യൂണിക്കേഷൻ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലേക്കാണ്. അതായത് ഇത് റോമൻ ജാക്കോബ്സൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയിൻ ആണ്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ബേസിക് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന്റെ ബേസ് പഠിക്കുന്ന സമയത്ത് സെൻഡർ, മെസ്സേജ് അല്ലെങ്കിൽ കോഡ്, അതുപോലെ തന്നെ റിസീവർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സെൻഡർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് പറയാനായിട്ടുള്ള കാര്യങ്ങളിലെ ഒരു ഭാഷാ രൂപത്തില് അത് എന്താണോ പറയാനുള്ളത് ആ മെസ്സേജിനെ നമ്മൾ കോഡ് എന്ന് പറയുന്നു. ആ കോഡ് ആർക്ക് അയച്ചു കൊടുക്കുന്നു, റിസീവർക്ക് അയച്ചു കൊടുക്കുന്നു. റിസീവർ അത് എന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു. അപ്പൊ അഡ്രസ്സർ അല്ലെങ്കിൽ സെൻഡർ എന്ത് ചെയ്യുന്നു, മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു, ഒരു കോഡ് ആക്കുന്നു, ആരിലേക്ക് എത്തിക്കുന്നു, റിസീവറിലേക്ക് എത്തിക്കുന്നു. റിസീവർ അത് എന്ത് ചെയ്യുന്നു, എൻകോഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സാണ് നമ്മൾ നോർമൽ കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ മെസ്സേജിങ്ങിലോ അങ്ങനെയൊക്കെ നടക്കുക അല്ലെ. അതുപോലെ തന്നെ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ചെയിൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുക. അതായത് അഡ്രസ് ഉണ്ടായിരിക്കും, ഒബ്വിയസ്ലി അഡ്രസ്സർ ആരായിരിക്കും, ഓതർ ആയിരിക്കും. ഓതർ അദ്ദേഹത്തിന് പറയാനായിട്ടുള്ള കാര്യങ്ങളെ, അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ, കോണ്ടെക്സ്റ്റുകളെ, അദ്ദേഹം അത് എങ്ങനെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെ ടെക്സ്റ്റ് ആയിട്ട്, ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പുസ്തക രൂപേണ അല്ലെങ്കിൽ അതിലെ ഒരു കണ്ടന്റ്, അതാണ് എന്ത്, കോഡ്. ആ കോഡിനെ ആരിലേക്ക് എത്തിക്കുന്നു,
അഡ്രസ്സി ആരായിരിക്കും? ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ കണ്ടതുപോലെ റീഡർ ആയിരിക്കും. റീഡർ എന്ത് ചെയ്യുന്നു? ഓഥർ പറഞ്ഞ കാര്യങ്ങളെ റീഡറുടെ പെർസ്പെക്റ്റീവിൽ എന്ത് ചെയ്യുന്നു? അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഇതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. മനസ്സിലായി എന്ന് കരുതാണ്. നമ്മൾ ഇനി അതിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കുഞ്ഞു 1-2 പോയിന്റ്സും കൂടി ഉണ്ട്. അതും കൂടി കണ്ടിട്ട് നമ്മൾ പോകും. Some critics concentrate on the analysis of the text itself. നമ്മൾ നേരത്തെ കണ്ടല്ലോ ന്യൂ ക്രിട്ടിക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓതേഴ്സ് ഒക്കെ എങ്ങനെയാണ് ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നത്, ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് അത്, and exclude all consideration of the author's biography or historical situation. എന്തിനെല്ലാം മാറ്റി നിർത്തുന്നു? ഓതറിന്റെ ബയോഗ്രഫിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ മാറ്റി നിർത്തി ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് ആ മെത്തേഡിനെ എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. അങ്ങനെ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്ന ക്രിട്ടിക്കുകളുണ്ട്. ദെൻ സം അതേഴ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദി ഓതേഴ്സ് ലൈഫ് ആൻഡ് ടൈം. അങ്ങനെ അനലൈസ് ചെയ്യുന്ന ഓതേഴ്സ് ഉണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ആദ്യം സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പോം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യ ഓതറിനെ കുറിച്ച് പഠിപ്പിക്കും. അപ്പൊ ഒരു പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട് അല്ലേ? ആദ്യം ഇറ്റ് വാസ് റിട്ടൺ ബൈ ഇന്ന ഓതർ എന്ന് പറഞ്ഞിട്ടാണല്ലേ നമ്മൾ എഴുതി തുടങ്ങാം. അപ്പൊ അതുപോലെ സം ഓതേഴ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദി ഓതേഴ്സ് ലൈഫ് ആൻഡ് ടൈം. ആളുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ആൾ വളർന്നു വന്ന ജീവിതം എങ്ങനെയാണ്, ലൈഫ് സ്ട്രഗിൾ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് we move on to the content of the particular work. Then some others concentrate on the reader's own perception. ചിലടത്ത് ടെക്സ്റ്റും ഇല്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് വായിക്കണമല്ലോ, ഓതറിന്റെ പെർസ്പെക്റ്റീവ്സിനോ ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. മറിച്ച് നമ്മൾ ടെക്സ്റ്റ് വായിച്ചിട്ട് റീഡർക്ക് എന്താണോ മനസ്സിലായത്, റീഡർ അതിനെ എങ്ങനെ ഏത് പോയിന്റ് ഓഫ് വ്യൂലാണ് കാണുന്നത്, ആ പോയിന്റ് ഓഫ് വ്യൂനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില ക്രിട്ടിക്കുകളുണ്ട്. ഇപ്പൊ നമ്മളൊരു നോവൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരേ നോവൽ ആയിക്കോട്ടെ, കവിത ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ സിനിമ ആയിക്കോട്ടെ, കണ്ടു കഴിഞ്ഞപ്പോ ഒരു 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ 10 പേർക്കും അവരുടെ ഐഡിയോളജീസോ അവരുടെ ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളൊക്കെ അനുസരിച്ച് നമുക്ക് 10 പോയിന്റ് ഓഫ് വ്യൂ ആണ് ഉണ്ടാവുക അല്ലെ? അതുപോലെ ആരിൽ മാത്രമാണ് അപ്പൊ ചില ക്രിട്ടിക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? റീഡറിൽ മാത്രമാണ്. ഇറ്റ് ഡിനൈ ദ ഒബ്ജക്ടിവിറ്റി ഓഫ് ദി ടെക്സ്റ്റ് ഈവൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ദി ഓതർ. അവിടെ ഓതർക്ക് വലിയ റോളൊന്നുമില്ല, ടെക്സ്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. മറിച്ച് അത് വായിച്ചതിൽ നിന്ന് റീഡർക്ക് എന്ത് മനസ്സിലായോ ആ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് നമ്മൾ എടുക്കുക. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പോയിന്റ് പറയുന്നത്, ഡെത്ത് ഓഫ് ദി ഓതർ ആൻഡ് ബർത്ത് ഓഫ് ദി റീഡർ. ഇങ്ങനെയും ടെക്സ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഡീൽ ചെയ്യുന്ന പോയിന്റുകൾ. ഇനി അതിന്റെ തൊട്ട് താഴെ തന്നെയായിട്ട് സ്റ്റഡി മെറ്റീരിയലിന്റെ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സെൽഫ് അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള. ഇനി അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വുഡ് യുവർ ആൻസർ ബി ഇഫ് യു ആർ കൺഫ്രണ്ടഡ് ബൈ ദി ക്വസ്റ്റ്യൻ വൈ ഡു യു ലൈക്ക് എ പെർട്ടിക്കുലർ പീസ് ഓഫ് വർക്ക്? നമുക്ക് സ്വന്തമായിട്ട് ആൻസർ എഴുതാം. നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുതരാണ്, വൈ ഡു യു ലൈക്ക് എ പെർട്ടിക്കുലർ, ഒരു വർക്ക് തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ കൊടുക്കാം? നമുക്ക് അതിന്റെ സബ്ജക്റ്റീവ് വ്യൂ പോയിന്റ് അതെല്ലാം നമുക്ക് പേഴ്സണൽ ആയിട്ട് തീരുമാനിക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു നോവൽ നമ്മുടെ അടുത്ത് തന്നു, നോവൽ പോയം എന്തോ ആയിക്കോട്ടെ, അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ, ഇതൊക്കെ ആൻസറിന്റെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതാൻ നേരത്ത് ഡെവലപ്പ് ചെയ്യണം കേട്ടോ. ദെൻ ഐഡിയാസ് പ്രസന്റഡ് ഇൻ ദ ടെക്സ്റ്റ്. അതിനകത്ത് നമുക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ദെൻ ഐഡിയാസ് പ്രസന്റഡ് ഇൻ ദ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ എന്ത് ഐഡിയ ആണോ പറയുന്നത് അതും നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് എക്സ്പ്ലെയിൻ. ക്യാരക്ടേഴ്സ് ആയിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ അത് അവതരിപ്പിച്ചിരിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ശൈലി ആയിരിക്കാം, സ്റ്റൈൽ ആയിരിക്കാം. Then capacity to stimulate the reader's emotion or intellect. നമുക്ക് ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ അതെങ്ങനെയാണ് റീഡറിനെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇമോഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ എത്രത്തോളം ആശയങ്ങൾ അത് തരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കും ഒരു ടെക്സ്റ്റിനെ നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള കാരണങ്ങൾ. ഈ പോയിന്റ്സിനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ആൻസറിനെ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിട്ടിക് ആൻഡ് ക്രിറ്റിസിസം. അതായത് ക്രിട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കാൻ, നിരൂപണം അങ്ങനെയൊക്കെ പറയില്ലേ. ക്രിട്ടിക്കും ക്രിറ്റിസിസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് റൈറ്റ് യുവർ ആൻസർ. ഇതിനെ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ബോക്സുകളിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ആൻസർ എഴുതി നോക്കുക, എന്നിട്ട് അല്ലെങ്കിൽ ഈ പോയിന്റ്സിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസേഴ്സിനെ നമുക്ക്
ബിൽഡ് ചെയ്യാം കേട്ടോ. ക്രിറ്റിസിസത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു, അതിലുള്ള ഫോൾട്ടുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ക്രിട്ടിക്കൽ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? ലുക്സ് അറ്റ് സ്ട്രക്ചർ, വർക്കിന്റെ സ്ട്രക്ചറിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ക്രിറ്റിസിസം ലുക്സ് ഫോർ വാട്ട് ഈസ് ലാക്കിംഗ് ആൻഡ് വാട്ട് ഈസ് വർക്കിംഗ് ഇൻ ക്രിട്ടിക്. ദെൻ ക്രിറ്റിസിസം കുറച്ചുകൂടി നെഗറ്റീവ് ആണ്. ക്രിട്ടിക്കില് രണ്ട് വശവും പറയണം, പോസിറ്റീവും പറയണം, നെഗറ്റീവും പറയണം. ദെൻ ഇറ്റ് ഈസ് വേഗ് ആൻഡ് ജനറൽ. അത് ആർക്ക് വേണമെങ്കിലും പറയാം, അത്ര ക്ലാരിറ്റി വേണം നിർബന്ധമൊന്നുമില്ല. ബട്ട് ക്രിട്ടിക്കിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് കോൺക്രീറ്റ് ആൻഡ് സ്പെസിഫിക്. And fifth one, looks for flaws in the writings and writer, and in critic addresses only what is on the page. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, കുഞ്ഞൊരു പോയിന്റുകളാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും എന്ത് ചെയ്യണം, നിങ്ങളും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇത് ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന പോയിന്റ്സും കൂടി നമുക്കിതിൽ. ലിസ്റ്റ് സം ഓഫ് ദി ക്രിട്ടിക്കൽ തിയറീസ് ആൻഡ് തിയറീസ് യു ഹാവ് കം അക്രോസ്. ഇപ്പൊ നമ്മൾ ഒരു മോഡ്യൂൾ, ഒരു യൂണിറ്റ് കഴിഞ്ഞല്ലേ, അതിലോ അല്ലെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ചതൊക്കെ ആയിട്ട് അറിയാവുന്ന ക്രിട്ടിക്കൽ തിയറീസിനെയും അതിന്റെ മേജർ ആയിട്ടുള്ള തിയറിസ്റ്റുകൾ ആരൊക്കെയാണ് അതും ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കണേ. ആൻഡ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ വാട്ട് യു തിങ്ക് അബൌട്ട് ദെയർ അപ്രോച്ചസ്. ഷോർട്ട് നോട്ടും കൂടി തയ്യാറാക്കണം, ഈ തിയറീസിൽ എന്താ പറയണേ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ലിറ്ററേച്ചറിനെയും ക്രിറ്റിസിസത്തിനെയും എന്നുള്ള പോയിന്റ് കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പൊ ഇതില് നമ്മൾ ഷോർട്ട് നോട്ട് ഇല്ല, മറിച്ച് ക്രിട്ടിക്കൽ തിയറീസിനും തിയറിസ്റ്റുകളെയും നമ്മൾ എന്തിൽ ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ആ തിയറീസിൽ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് സ്വയമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ഡീകൺസ്ട്രക്ഷൻ നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകും കേട്ടോ. ഇനി നമുക്കുള്ള അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് എന്താണ് ഡീകൺസ്ട്രക്ഷൻ, സ്ട്രക്ചറലിസം, ഇതിലൊക്കെ എന്താ പറയണെന്നുള്ളത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകളിടും. ഡീകൺസ്ട്രക്ഷൻ ആരാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള തിയറിസ്റ്റ്? ജാക്വസ് ഡെറിഡ. സ്ട്രക്ചറലിസം റൊളാൻഡ് ബാർത്ത്. പോസ്റ്റ് സ്ട്രക്ചറലിസം ഫൂക്കോ. സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രൂയിഡ്. പോസ്റ്റ് കൊളോണിയലിസം ഫ്രാൻസ് ഫാനൻ. ഇവരൊക്കെ നമുക്ക് ഫെമിലർ ആയിരിക്കും, ഡിഗ്രിക്ക് നമ്മൾ ഓൾറെഡി ക്രിറ്റിസിസത്തിന്റെ ഒരു പോർഷൻ ഒക്കെ കഴിഞ്ഞതാണ്. അറ്റ്ലീസ്റ്റ് ഈ പേരുകളെങ്കിലും നമുക്ക് എന്താണ്. Fourth question is, do you believe that theory helps us understand the literature better? അതായത് ഒരു ലിറ്ററേച്ചറിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവാം, ഉണ്ടോ? എങ്ങനെ, എന്താണ് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? ഡെഫിനറ്റ്ലി ഇറ്റ് ഹെൽപ്സ് us to understand the literature better. ഉറപ്പുള്ള കാര്യമാണ് അല്ലേ? അതായത് ടെക്സ്റ്റിൽ എന്ത് പറയണു എന്നുള്ള കാര്യം മാത്രമല്ല, മറിച്ച് നമുക്ക് എന്തുകൂടി ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നു. പല ഇന്റർപ്രിട്ടേഷൻസിൽ ഒരേ സെയിം ടെക്സ്റ്റിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം, എങ്ങനെ നോക്കിക്കാണാം, ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള പലരുടെയും പെർസ്പെക്റ്റീവ്സ് എന്താണ്, ഇങ്ങനെ ഒരേ ടെക്സ്റ്റിനെ തന്നെ അതിന്റെ പല ആംഗിളുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? തിയറി ഉറപ്പായിട്ടും സഹായിക്കുന്നുണ്ട്. ഒരേ സെയിം വർക്കിനെ നമ്മൾ ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂല് കാണുന്നു, അതേ ടെക്സ്റ്റിനെ തന്നെ നമ്മൾ ഒരു പോസ്റ്റ് കൊളോണിയൽ പോയിന്റ് ഓഫ് വ്യൂല് കാണുന്നു. അപ്പൊ ഒരേ ടെക്സ്റ്റിൽ പറയുന്ന കഥേനെ അല്ലെങ്കിൽ കവിതേനെ അല്ലെങ്കിൽ അതിൽ പറയുന്ന കണ്ടന്റിനെ പല പെർസ്പെക്റ്റീവിൽ കാണാനായിട്ടും കുറച്ചുകൂടി എന്താ പറയാ ബ്രോഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എന്ത് നമ്മളെ സഹായിക്കും? തിയറി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂണിറ്റ് 1ന്റെ ലാസ്റ്റ് പോർഷനിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ യൂണിറ്റ് 1 എടുത്തു തീർന്നു, ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 2 ആണ്. അതായത് ഓവർവ്യൂ ഓഫ് വെസ്റ്റേൺ ക്രിട്ടിക്കൽ തോട്ട്. അതായത് ടൈറ്റിൽ തന്നെ ഉണ്ടല്ലോ, വെസ്റ്റേൺ തോട്ട് ആണ്. അപ്പൊ ആ ചാപ്റ്ററുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്ത് തുടങ്ങും, മിസ് ചെയ്യരുത്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ നന്ദി പറയുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ ഇനി പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഉള്ളത് നോക്കിയത് മുഴുവൻ എന്താവും, കയ്യിൽ നിന്ന് പോവരുത്. അപ്പൊ എന്ത് ശ്രദ്ധിക്കണം? സ്റ്റഡി മെറ്റീരിയലൊക്കെ ഒന്ന് വെറുതെങ്കിലും ഒന്ന് മറിച്ച് നോക്കി നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കുഞ്ഞു ഷോർട്ട് നോട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ കയറണം. അപ്പൊ അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ബൈ.